ഹായ് ഓൾ, വെൽക്കം ടു ഫാർമ വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ബോഡിയിൽ എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നടത്തുന്നതും ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം വഴിയാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് നമ്മുടെ ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ് വിച്ച് മീൻസ് ബോഡി ബാലൻസിങ്. അപ്പം ഈ ബോഡി ബാലൻസിങ് റെഗുലേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും അങ്ങനെ വേണ്ട എല്ലാ കൺട്രോളിങ്ങും നടത്തുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. അപ്പം ഇങ്ങനെ കൺട്രോളിങ് നടത്തണമെങ്കിൽ എന്താണ്? The main parts of the body include in the central nervous system. Central nervous system consists of brain and spinal cord. It consists of brain and spinal cord. നമ്മുടെ ബോഡിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രെയിനും സ്പൈനൽ കോഡും അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പം ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിരിക്കും ബോഡിയെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുകയും അതുപോലെ ബോഡി ബാലൻസിങ് റെഗുലേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ദെൻ ബോഡിയിൽ മൊത്തത്തിലൊരു കമ്മ്യൂണിക്കേഷൻ എല്ലാ ബോഡി പാർട്സും അതുപോലെ ബ്രെയിനും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവൈലബിൾ ആക്കുന്നതും ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിരിക്കും. അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ കൺസിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രെയിൻ പ്രസൻ്റ് ആയിരിക്കുന്ന ആ ഒരു ക്യാവിറ്റിയുടെ പേരാണ് ക്രേനിയൽ ക്യാവിറ്റി. അതുപോലെ തന്നെ സ്പൈനൽ കോഡ് പ്രസൻ്റ് ആയിരിക്കുന്നത് വെർട്ടിബ്രൽ കോളം. സ്പൈനൽ കോഡ് പ്രൊട്ടക്റ്റ് ചെയ്ത് ആ ഒരു കവറേജ് ആണ് വെർട്ടിബ്രൽ കോളം. ആൻഡ് ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കവറേജ് അല്ലെങ്കിൽ ആ ഒരു ക്യാവിറ്റി ഈസ് കോൾഡ് ക്രേനിയൽ ക്യാവിറ്റി. ഇവിടെ നമ്മുടെ ബ്രെയിനെ നമ്മൾ മെയിനായിട്ട് ഫോർ ദ ഡീറ്റെയിലിംഗ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് 4 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ബ്രെയിൻ സ്റ്റെം, ഡയൻസെഫലോൺ, സെറിബെല്ലം ആൻഡ് സെറിബ്രം, ഇങ്ങനെ 4 ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഹാസ് 32 സെഗ്മെൻറ്റ്സ്. ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ സ്റ്റെം, ഡയൻസെഫലോൺ, സെറിബെല്ലം ആൻഡ് സെറിബ്രം while the spinal cord has 32 segments. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡിയാണ് ബ്രെയിൻ. നമ്മുടെ ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു ബ്രെയിൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ തോട്ട്, മെമ്മറി, ജഡ്ജ്മെൻറ്റ്, ഇമോഷൻസ് ഇതുപോലുള്ള ആ ഒരു ഫീലിങ്സുകൾ എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻറ്റർ എന്ന് പറയാം നമുക്ക് ബ്രെയിന്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബോഡി ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ, ബ്രീത്തിങ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. ഓക്കെ, വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡിയാണ്. ദെൻ മെമ്മറി, തോട്ട്, ഇമോഷൻസ്, ജഡ്ജ്മെൻറ്റ്സ് എല്ലാ സെൻറ്ററും അതുപോലെ ലേണിങ്ങിൻ്റെ സെൻറ്റർ പിന്നെ ബോഡി ഫങ്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതും എല്ലാം ബ്രെയിനാണ്. ദെൻ നമ്മളിനി പറയാൻ പോകുന്നത് മെനിഞ്ചസിനെ കുറിച്ചാണ്. എന്താണ് മെനിഞ്ചസ്? നമ്മുടെ ബ്രെയിനെയും അതുപോലെ തന്നെ സ്പൈനൽ കോഡിനെയും കവർ ചെയ്തിരിക്കുന്ന ഒരു മെംബ്രേനിയസ് സ്ട്രക്ചർ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസ് മേഡപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് ആയിരിക്കും. അതായത് കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടായിരിക്കും മെനിഞ്ചസ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വിച്ച് ഈസ് സറൗണ്ടിങ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ബ്രെയിനെയാണ് മെനിഞ്ചസ് സറൗണ്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ നെയിം വരുന്നത് ക്രേനിയൽ മെനിഞ്ചസ് എന്നും, സ്പൈനൽ കോഡിനെ കവർ ചെയ്തിരിക്കുന്ന മെനിഞ്ചസിൻ്റെ നെയിം വരുന്നത് സ്പൈനൽ മെനിഞ്ചസ് എന്നുമാണ്. ആസ് ദ ക്രേനിയൽ മെനിഞ്ചസ് റീച്ചസ് ദ സ്പൈനൽ കോഡ് ദേ കണ്ടിന്യൂസ് ആ സ്പൈനൽ മെനിഞ്ചസ്. അപ്പം ക്രേനിയൽ മെനിഞ്ചസ് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് സ്പൈനൽ കോഡിൻ്റെ ആ ഒരു ഏരിയ എത്തുമ്പോൾ അതിൻ്റെ പേര് സ്പൈനൽ മെനിഞ്ചസ് എന്ന് കൺവേർട്ട് ചെയ്യുന്നു. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇതെന്താണ്? ഒരു മെംബ്രേനിയസ് സ്ട്രക്ചറാണ്. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്. ഇനി ഈ ഒരു മെംബ്രെയിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നർ മോസ്റ്റ്, ഔട്ടർ മോസ്റ്റ് ലെയറായിട്ട് 3 ലെയർ ഉണ്ട് നമ്മുടെ ഈ മെനിഞ്ചസിന്. മെനിഞ്ചസിൻ്റെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയറാണ് പയാമേറ്റർ. അതായത് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡിനോട് തൊട്ട് അടുത്ത് നിൽക്കുന്ന മെനിഞ്ചസിൻ്റെ ലെയറാണ് പയാമേറ്റർ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ പയ എന്ന് പറയുന്ന വേർഡിന് മീനിങ് ചെയ്യുന്നത് ടെൻഡർ അല്ലെങ്കിൽ ഡെലിക്കേറ്റ് എന്നാണ്. അതുപോലെ തന്നെ മേറ്റർ മീൻസ് മദർ. ഓക്കെ,
അപ്പം പയാമേറ്റർ ആണ് ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് നെക്സ്റ്റ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ദെൻ ഇതിനി കമ്പോസ് ചെയ്തിരിക്കുന്ന ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. അതുപോലെ തന്നെ റിച്ച്ലി സപ്ലൈഡ് വിത്ത് ബ്ലഡ് വെസൽസ് അല്ലേ. നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡിനും ഒക്കെ എന്താണ്, ബ്ലഡിൻ്റെ ആവശ്യമുണ്ടല്ലേ. ബ്ലഡ് എത്തിയാൽ മാത്രമേ അവിടുന്ന് ഓക്സിജൻ സപ്ലൈ ചെയ്ത് അതിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷനും ഓക്സിജനും ഒക്കെ സപ്ലൈ ചെയ്യത്തുള്ളൂ. സോ ബ്ലഡ് വെസൽസ് റിച്ച് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടായിരിക്കും ഈ പയാമേറ്റർ മേഡപ്പ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് അരാക്കിനോയിഡ് മെംബ്രെയിൻ ആണ്. പയാമേറ്ററിൻ്റെ തൊട്ട് പുറത്തുള്ള മെംബ്രെയിൻ ആണ് അരാക്കിനോയിഡ് മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ. അപ്പം അരാക്കിനോയിഡ് മെംബ്രെയിൻ്റെ അകത്ത് പയാമേറ്ററും ആൻഡ് പുറത്ത് ഏതായിരിക്കും, ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ഡ്യൂറാമേറ്റർ ആയിരിക്കും അരാക്കിനോയിഡ് മെംബ്രെയിൻ്റെ പുറത്തുള്ളത്. അപ്പം അരാക്കിനോയിഡ് മെമ്പർ പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഓർ മിഡിൽ ലെയർ ഓഫ് ദ മെനിഞ്ചസ്. ആൻഡ് ഇറ്റ് ഈസ് എ തിൻ വാസ്കുലാർ ലെയർ കൺസിസ്റ്റിംഗ് ഓഫ് റെറ്റിക്കുലാർ കണക്റ്റീവ് ടിഷ്യൂ. അപ്പം ഇവിടുത്തെ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ നെയിം ചെയ്തിട്ടുണ്ട്. റെറ്റിക്കുലാർ കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടിട്ടായിരിക്കും അരാക്കിനോയിഡ് മെംബ്രെയിൻ മേഡപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫോമിങ് എ സ്പൈഡർ വെബ് ലൈക്ക് സ്ട്രക്ചർ. ഈ ഒരു സ്പൈഡർ വെബ് ലൈക്ക് സ്ട്രക്ചറൊക്കെ നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡിനും നല്ല പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൈഡർ വെബ് ലൈക്ക് സ്ട്രക്ചർ ഇത് അരാക്കിനോയിഡ് മെംബ്രെയിൻ അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഈ അരാക്കിനോയിഡ് മെംബ്രെയിൻ്റെ അകത്ത് പയാമേറ്ററും അതുപോലെ പുറത്ത് ഡ്യൂറാമേറ്ററും ആണെന്ന് പറഞ്ഞല്ലോ. ഈ രണ്ടിലോട്ടുമുള്ള കണക്ഷൻസ് ഇറ്റ് ബി ലൂസ് ആയിരിക്കും. കാരണം എന്താണ്, ഫോർ ദ അലോവിങ് ഓഫ് ഫ്ലോ ഓഫ് ദ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ബിറ്റ്വീൻ ലെയേഴ്സ്. നമുക്കറിയാം CSF ഉണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട് ബ്രെയിനിലാണെങ്കിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലെ മെംബ്രെയിൻസിലാണെങ്കിലും. ഓക്കെ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡൊക്കെ നമ്മൾ പറയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് അരാക്കിനോയിഡ് മെംബ്രെയിൻസ് പയാമേറ്ററിലോട്ടും അതുപോലെ ഡ്യൂറാമേറ്ററിലോട്ടും ലൂസായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് മെംബ്രെയിൻ അല്ലെങ്കിൽ ദ ഔട്ടർ മോസ്റ്റ് മെംബ്രെയിൻ ആണ് ഡ്യൂറാമേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിന് നമുക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് മെംബ്രെയിൻ എന്ന് പറയാം. ലൈങ് അലോങ് ദ ഇന്നർ സൈഡ് ഓഫ് ദ ക്രേനിയം ഇൻ സ്കൾ. അതായത് ക്രേനിയൽ ക്യാവിറ്റിയിലാണ് നമ്മുടെ ബ്രെയിൻ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തൊട്ടകത്തുള്ളതാണ് ഡ്യൂറാമേറ്റർ. അല്ലെങ്കിൽ സ്പൈനൽ കോഡ് വെച്ചിരിക്കുന്നത് എവിടെയായിരിക്കും, വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളത്തിൻ്റെ തൊട്ടകത്തെ ലെയറാണ് ഡ്യൂറാമേറ്റർ. വെർട്ടിബ്രൽ കോളവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഡ്യൂറാമേറ്ററാണ്. ഈ ഒരു ലെയർ എന്ന് പറയുമ്പോൾ നല്ല തിക്കറായിരിക്കും. അതുപോലെ തന്നെ മോർ ഫൈബ്രസ് ദാൻ അതർ 2 ലെയേഴ്സ്. നമ്മുടെ അരാക്കിനോയിഡ് മെംബ്രെയിനെ ആണെങ്കിലും പയാമേറ്ററിനോട് കമ്പയർ ചെയ്താലും ഈ ഒരു ഡ്യൂറാമേറ്റർ ആയിരിക്കും കുറച്ചുകൂടെ ഫൈബ്രസ്. അപ്പോൾ നമ്മുടെ മെനിഞ്ചസിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മെംബ്രേനിയസ് സ്ട്രക്ചർ മേഡപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് സറൗണ്ടിങ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ. അപ്പം മെനിഞ്ചസ് ബ്രെയിനെയാണ് കവർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ക്രേനിയൽ മെനിഞ്ചസ്. ആൻഡ് വൈൽ ഇറ്റ് ഈസ് കവേർഡ് ദ സ്പൈനൽ കോഡ് ഇറ്റ് ഈസ് ടേംഡ് ആസ് സ്പൈനൽ മെനിഞ്ചസ്. ഇനി ബോത്ത് ക്രേനിയൽ മെനിഞ്ചസിനായാലും സ്പൈനൽ മെനിഞ്ചസിനായാലും 3 ലെയേഴ്സ് ആണുള്ളത്. പയാമേറ്റർ, അരാക്കിനോയിഡ് മെംബ്രെയിൻ ആൻഡ് ഡ്യൂറാമേറ്റർ. പയാമേറ്റർ എന്ന് പറയുമ്പോൾ ഇന്നർമോസ്റ്റ് ലെയർ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ വിച്ച് ഈസ് റിച്ച്ലി സപ്ലൈഡ് വിത്ത് ബ്ലഡ് വെസൽസ്. ദെൻ അരാക്കിനോയിഡ് മെംബ്രെയിൻ സെക്കൻഡ് ഓർ മിഡിൽ ലെയർ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റെറ്റിക്കുലാർ കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫോം എ സ്പൈഡർ വെബ് ലൈക്ക് സ്ട്രക്ചർ. ദെൻ ഇതാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫ്ലോയ്ക്കൊക്കെ അലോ ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് ഡ്യൂറാമേറ്റർ ആയിരുന്നു. ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് മെംബ്രെയിൻ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ക്രേനിയൽ ക്യാവിറ്റി അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളത്തിൻ്റെ തൊട്ടകത്ത് നിൽക്കുന്ന ലെയറാണ് ഡ്യൂറാമേറ്റർ എന്ന് പറയുമ്പോൾ ഇത് കുറച്ചുകൂടെ തിക്കറാണ്. അതുപോലെ തന്നെ കൂടുതൽ ഫൈബ്രസുമാണ്. ഈ ഒരു മെനിഞ്ചൽ മെംബ്രെയിൻ അല്ലെങ്കിൽ മെനിഞ്ചസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു പ്രൊട്ടക്ഷൻ ആണല്ലേ. ബ്രെയിനെയും അതുപോലെ തന്നെ സ്പൈനൽ കോഡിനെയൊക്കെ മെക്കാനിക്കൽ ഇഞ്ചുറീസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മെംബ്രെയിനാണ് ഈ ഒരു മെനിഞ്ചൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെയും അതുപോലെ തന്നെ വേസ്റ്റ് പ്രൊഡക്ഷൻ്റെയും എക്സ്ചേഞ്ച് നടത്തുന്നതും ഈ ഒരു മെനിഞ്ചൽ മെംബ്രെയിൻ വഴിയാണ്. നമുക്ക് ബ്രെയിനിലോട്ട് വേണ്ട ന്യൂട്രിയൻസ് ബ്ലഡിൽ നിന്ന് കൊടുക്കാൻ ഈ മെംബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒക്കെയുള്ള വേസ്റ്റ് പ്രോഡക്ട്സിനെ തിരിച്ച് ബ്ലഡിലോട്ട് നെർവസ് ടിഷ്യൂസിലോട്ട് പുറന്തള്ളാനുമായിട്ടും ഈ ഒരു മെനിഞ്ചൽ മെംബ്രെയിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ ആണ്.
അപ്പം എന്താണ് വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് കുറച്ച് ക്യാവിറ്റീസ് ഉണ്ട് അല്ലേ, ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റീസ് ഉണ്ട്. അപ്പം ഈ ഒരു ക്യാവിറ്റീസിനെയാണ് നമ്മൾ മെയിനായിട്ട് വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്യാവിറ്റീസിലെന്ന് പറഞ്ഞാൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുന്ന 4 ക്യാവിറ്റിയാണ് മെയിനായിട്ട് ബ്രെയിനുള്ളത്. അപ്പം ഈ ഒരു വെൻട്രിക്കിൾസ് ലൈൻ ചെയ്തുകൊണ്ട് എപ്പൻഡൈമൽ സെൽസ് ഉണ്ടായിരിക്കും. ഈ എപ്പൻഡൈമൽ സെൽസ് വിച്ച് ഫോം എ സ്ട്രക്ചർ കോൾഡ് കൊറോയിഡ് പ്ലെക്സസ്. അപ്പം ഈ എപ്പൻഡൈമൽ സെൽസ് ആണ് നമ്മുടെ വെൻട്രിക്കിൾസിനെ ലൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഫോംസ് എ സ്ട്രക്ചർ കോൾഡ് കൊറോയിഡ് പ്ലെക്സസ്. കൊറോയിഡ് പ്ലെക്സസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അത് ഫോം ചെയ്യുന്നു. അവിടെ നിന്നാണ് നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നമ്മുടെ വെൻട്രിക്കിൾസിനെയും അതുപോലെ തന്നെ സബ് അരക്കനോയിഡ് സ്പേസിനെയും മൊത്തത്തിൽ ഫില്ല് ചെയ്യുന്നു. ആൻഡ് വെൻട്രിക്കിൾ ട്രാൻസ്മിറ്റ് ഇറ്റ് അറൗണ്ട് ദ ക്രേനിയൽ ക്യാവിറ്റീസ്. അപ്പം ഈ വെൻട്രിക്കിൾസ് ആയിരിക്കും ക്രേനിയൽ ക്യാവിറ്റിയിൽ മൊത്തം സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ആ ഒരു ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ബ്രെയിനിൽ തന്നെയുള്ള ബ്രെയിനിൻ്റെ ക്യാവിറ്റീസിനെയാണ് വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത്. ഇവയെ ഫില്ല് ചെയ്തുകൊണ്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്സ് കാണും. ദെൻ വെൻട്രിക്കിൾസിനെ ലൈൻ ചെയ്തുകൊണ്ടുള്ള സെൽസിൻ്റെ പേരാണ് എപ്പൻഡൈമൽ സെൽസ്. ആൻഡ് ഇറ്റ് ഫോം കൊറോയിഡഡ് പ്ലെക്സസ്. കൊറോയിഡ് പ്ലെക്സസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഇത് ഫോം ചെയ്യും. ഇവിടെ നിന്നായിരിക്കും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നമ്മുടെ വെൻട്രിക്കിൾസിലും സബ് അരക്കനോയിഡ് സ്പേസിലും എല്ലാം ഫില്ല് ചെയ്തിരിക്കുകയായിരിക്കും. അതുപോലെ വെൻട്രിക്കിൾ ട്രാൻസ്പോർട്ട് ഇറ്റ് അറൗണ്ട് ദ ക്രേനിയൽ ക്യാവിറ്റീസ്. ദെൻ 4 ടൈപ്പ് വെൻട്രിക്കിൾസ് ആണുള്ളത്. അതായത് 2 ലാറ്ററൽ വെൻട്രിക്കിൾ, ഒരു തേർഡ് വെൻട്രിക്കിൾ ആൻഡ് ഒരു ഫോർത്ത് വെൻട്രിക്കിൾ. അപ്പം 2 ലാറ്ററൽ വെൻട്രിക്കിളുള്ളതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ വെൻട്രിക്കിളും പിന്നെ ഒരു തേർഡ് വെൻട്രിക്കിൾ ആൻഡ് ഫോർത്ത് വെൻട്രിക്കിൾസ്. ഇങ്ങനെ 4 വെൻട്രിക്കിൾസ് ആണ് ബ്രെയിൻ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ലാറ്ററൽ വെൻട്രിക്കിൾസിനെ കുറിച്ചാണ്. അപ്പം ഈ ലാറ്ററൽ വെൻട്രിക്കിൾസ് എന്ന് പറയുമ്പോൾ അവ 2 നമ്പർ ഉണ്ടായിരിക്കും. അതായത് ഒരു റൈറ്റ് ലാറ്ററൽ വെൻട്രിക്കിളും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലെഫ്റ്റ് ലാറ്ററൽ വെൻട്രിക്കിളും ഉണ്ട്. ഈ 2 വെൻട്രിക്കിളും ഈ 2 ലാറ്ററൽ വെൻട്രിക്കിൾസും സി ഷേപ്ഡ് ലാർജ് ചേമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ ഇത് സെറിബ്രൽ ഹെമിസ്ഫിയറിലോട്ട് ഡീപ്പായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ലാർജ് സി ഷേപ്ഡ് ചേമ്പേഴ്സ് ലൈയിങ് ഡീപ്ലി വിത്തിൻ ദ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. ഇനി ഈ 2 വെൻട്രിക്കിളിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഇതിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ട്രാൻസ്പാരൻറ്റ് മെംബ്രെയിൻ കാണും. അതിൻ്റെ പേരാണ് സെപ്റ്റം പെലുസിഡം. സെപ്റ്റം പെലുസിഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 ലാറ്ററൽ വെൻട്രിക്കിൾസിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു തിൻ ട്രാൻസ്പാരൻറ്റ് മെംബ്രെയിൻ ആണ് സെപ്റ്റം പെലുസിഡം എന്ന് പറഞ്ഞാൽ. ദെൻ തേർഡ് വെൻട്രിക്കിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഫോംസ് എ നാരോ ക്യാവിറ്റി ആയിരിക്കും. അവിടെ നാരോ ക്യാവിറ്റി ആയിട്ടായിരിക്കും ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് കാണപ്പെടുന്നത് കറക്റ്റ് മിഡ് ലൈൻ പോർഷനിലാണ് തേർഡ് വെൻട്രിക്കിൾ കാണപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഒരു പൊസിഷൻ പറയുകയാണെങ്കിൽ ഹൈപ്പോ തലാമസിന് തൊട്ട് മുകളിലായിട്ടും അതുപോലെ തന്നെ തലാമസിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സിൻ്റെ ഇടക്കായിട്ടുമായിരിക്കും നമ്മുടെ തേർഡ് വെൻട്രിക്കിൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പൊസിഷൻ സുപ്പീരിയർലി ടു ദ ഹൈപ്പോതലാമസ് ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ഓഫ് ദ തലാമസ്. Then in the diencephalon, an interventricular foramen forms a channel between third ventricle and each of the 2 lateral ventricles, thus connecting them. നമ്മുടെ 2 ലാറ്ററൽ വെൻട്രിക്കിളിനെയും അതുപോലെ തേർഡ് വെൻട്രിക്കിളിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചാനൽ കാണും. ആൻഡ് ഇറ്റ് ഈസ് നെയിംഡ് ആസ് ഫൊറാമൻ ഓഫ് മോൺറോ. ഇതായിരിക്കും ആ തേർഡ് വെൻട്രിക്കിളിനെയും 2 ലാറ്ററൽ വെൻട്രിക്കിളിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ആ ഒരു ചാനലിൽ. ഇത് ഡയൻസെഫലോൺ എന്ന പോർഷനിലായിരിക്കും കാണപ്പെടുന്നത്, ഫൊറാമൻ ഓഫ് മോൺറോ എന്ന ചാനൽ. ദെൻ ഫോർത്ത് വെൻട്രിക്കിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഹിൻ ബ്രെയിനിലാണ്. ഓക്കെ, ഹിൻ ബ്രെയിനിലാണ് ഫോർത്ത് വെൻട്രിക്കിൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതായത് ബ്രെയിൻ സ്റ്റെമ്മിൻ്റെയും സെറിബ്രത്തിൻ്റെയും ഇടയിലായിട്ട് വരും ഈ ഒരു ഹിൻ ബ്രെയിൻ എന്ന് പറഞ്ഞ പോർഷൻസ്. ദെൻ ഈ ഒരു ഫോർത്ത് വെൻട്രിക്കിളിന് മെയിനായിട്ട് 3 ഓപ്പണിങ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. 2 ഓപ്പണിങ്സും ലാറ്ററൽ അപ്പർച്ചേഴ്സ് ആയിരുന്നു. അതുപോലെ മേളിലൊരു അപ്പർച്ചർ കാണും, അതിൻ്റെ ആ ഒരു ഓപ്പണിങ് കാണും. അതിൻ്റെ പേരാണ് മീഡിയൻ അപ്പർച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ തേർഡ് വെൻട്രിക്കിളിനെയും ഫോർത്ത് വെൻട്രിക്കിളിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ആ ഒരു കനാൽ ലൈക്ക് സ്ട്രക്ചറാണ് സെറിബ്രൽ അക്യൂഡക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു തേർഡ് വെൻട്രിക്കിളിനെയും അതുപോലെ ലാറ്ററൽ വെൻട്രിക്കിൾസിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ചാനലായിരുന്നു ഫൊറാമൻ ഓഫ് മോൺറോ.
ഇവിടെ പറയുന്നത് ഫോർത്ത് വെൻട്രിക്കിളുമായിട്ട് കണക്ട് ചെയ്യുന്ന തേർഡ് വെൻട്രിക്കിളിൻ്റെ കനാൽ ലൈക്ക് സ്ട്രക്ചറാണ് സെറിബ്രൽ അക്യൂഡക്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പം വെൻട്രിക്കിൾസിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റീസ് ആണ്. എന്താണ്? ബ്രെയിനിലുള്ള ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റീസ് ആണ് വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞാൽ. മെയിനായിട്ട് 4 വെൻട്രിക്കിൾസ് ആണ്, 2 ലാറ്ററൽ ആൻഡ് 1 തേർഡ് വെൻട്രിക്കിൾ ആൻഡ് 1 ഫോർത്ത് വെൻട്രിക്കിൾ. ലാറ്ററൽ വെൻട്രിക്കിൾസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് ദേ ആർ സി ഷേപ്ഡ് ലാർജ് ചാമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിലാണ് ഇത് കാണപ്പെടുന്നത്. ഇത് തമ്മിൽ ക്ലോസ് ആയിട്ട് നിന്നിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിൻ്റെ പേരാണ്, ആ ഒരു തിൻ ട്രാൻസ്പാരൻറ്റ് മെംബ്രെയിൻ്റെ പേരാണ് സെപ്റ്റം പെലുസിഡോ എന്ന് പറഞ്ഞാൽ. ഇനി തേർഡ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോംസ് എ നാരോ ക്യാവിറ്റി, ഒരു നാരോ ക്യാവിറ്റി അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ലൈങ് അലോങ് ദ മിഡ് ലൈൻ, നമ്മുടെ ബ്രെയിനിൻ്റെ മിഡ് ലൈൻ പോർഷനിലായിരിക്കും ഈ ഒരു തേർഡ് വെൻട്രിക്കിൾ കാണപ്പെടുന്നത്. ദെൻ തേർഡ് വെൻട്രിക്കിളും 2 ലാറ്ററൽ വെൻട്രിക്കിൾസും കൂടെ കണക്ട് ചെയ്യുന്ന ചാനലിനെയാണ് ഫൊറാമൻ ഓഫ് മോൺറോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫോർത്ത് വെൻട്രിക്കിൾ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഹിൻബ്രെയിനിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബിറ്റ്വീൻ ദ ബ്രെയിൻ സ്റ്റെം ആൻഡ് സെറിബ്രം, ബ്രെയിൻ സ്റ്റെമ്മിൻ്റെയും സെറിബ്രത്തിൻ്റെയും ഇടയിലാണ് ഫോർത്ത് വെൻട്രിക്കിൾ കാണുന്നത്. ഫോർത്ത് വെൻട്രിക്കിളിൽ 3 ഓപ്പണിങ്സ് ഉണ്ട്. ഒരു പെയർ ആയിട്ടുള്ള ലാറ്ററൽ അപ്പർച്ചറും ഒരു മീഡിയൻ അപ്പർച്ചേഴ്സും. ദെൻ നമ്മുടെ വെൻട്രിക്കിൾസും സബ് അരക്കിനോയിഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ബ്രെയിന് ചുറ്റുമുള്ള ആ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുന്ന ആ സ്പേസിനെയാണ് സബ് അരക്കിനോയിഡ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വെൻട്രിക്കിൾസും സബ് അരക്കിനോയിഡ് സ്പേസും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു അപ്പർച്ചർ, ഈ ഒരു ഓപ്പണിംഗ് വഴിയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഫോർത്ത് വെൻട്രിക്കിളിനെയും തേർഡ് വെൻട്രിക്കിളിനെയും കൂടെ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ഇറ്റ് ഈസ് കോൾഡ് ആസ് സെറിബ്രൽ അക്യൂഡക്റ്റ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെൻട്രിക്കിൾസിലൊക്കെ ഉള്ള ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേര് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണെന്ന്. അപ്പോൾ എന്താണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് നോക്കിയാൽ ഇറ്റ് ഈസ് എ ക്ലിയർ കളർലെസ് ലിക്വിഡ് ഫൗണ്ട് ഇൻ യുവർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നമ്മുടെ ബ്രെയിനിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലും കാണപ്പെടുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള കളർലെസ് ലിക്വിഡിനെയാണ് നമ്മൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇനി ഇത് മെയിനായിട്ട് എവിടെയൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത്? ഇറ്റ് ഫിൽസ് ദ ബ്രെയിൻ വെൻട്രിക്കിൾസ്, സിസ്റ്റേൺസ് ആൻഡ് സൾസൈ ആൻഡ് ഓൾസോ ഫിൽ ദ സെൻട്രൽ കനാൽസ് ഓഫ് സ്പൈനൽ കോഡ്. അപ്പം ബ്രെയിൻ വെൻട്രിക്കിൾസിലും അതുപോലെ സിസ്റ്റേൺസ്, സൾസൈസ്, അതുപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെ സെൻട്രൽ കനാൽസിലും എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു പറഞ്ഞ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണുന്നുണ്ടായിരിക്കും. ദെൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. എപ്പൻഡൈമൽ സെൽസ്, നമ്മൾ വെൻട്രിക്കിൾസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, വെൻട്രിക്കിൾസിൻ്റെ കവർ ചെയ്തുകൊണ്ട് ഉള്ള സെൽസാണ് എപ്പൻഡൈമൽ സെൽസ് എന്ന് പറഞ്ഞു. ഈ എപ്പൻഡൈമൽ സെൽസിലുള്ള സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് കൊറോയിഡ് പ്ലെക്സസ്. ഈ കൊറോയിഡ് പ്ലെക്സസ് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 25 ml/h ആയിരിക്കും. ഒരു അവറിൽ 25 ml വരെ ആയിരിക്കും നമ്മളുടെ CSF പ്രൊഡ്യൂസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ ഇതിലെ മെയിൻ കോൺസ്റ്റുവൻസ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റുവൻസ് അല്ലെങ്കിൽ 99% എന്താണ്? വാട്ടറാണ്. ദെൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്ലൂക്കോസ്, പ്രോട്ടീൻസ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മാഗ്നീഷ്യം ക്ലോറൈഡ് ഇവയെല്ലാം കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു CSFൽ. അപ്പോൾ CSF എന്ന് പറഞ്ഞാൽ ക്ലിയർ കളർലെസ് ലിക്വിഡ് ആണ്. ബ്രെയിനിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലും ഒരേപോലെ പ്രൊട്ടക്ഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണിത്. ദെൻ ഇത് ഫില്ല് ചെയ്ത് കാണുന്നത് ബ്രെയിൻ വെൻട്രിക്കിൾസിൽ, അതുപോലെ സിസ്റ്റേൺസ്, സൾസയിലും പിന്നെ സ്പൈനൽ കോഡിൻ്റെ തന്നെ സെൻട്രൽ കനാലിലും ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് കോൾഡ് കൊറോയിഡ് പ്ലെക്സസ് ഇൻ ദ എപ്പൻഡൈമൽ സെൽസ്. മെനിഞ്ചസിൻ്റെ അവിടെയുള്ള സെൽസ് ആണ് എപ്പൻഡൈമൽ സെൽസ്. അപ്പം ഇതിലുള്ള കൊറോയിഡ് പ്ലെക്സസ് ആണ് നമ്മുടെ CSF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 25 ml/h ആയിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത്. ദെൻ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ 99% വാട്ടറാണ് ആൻഡ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മാഗ്നീഷ്യം ആൻഡ് ക്ലോറൈഡ് ആർ പ്രസൻറ്റ് ഇൻ CSF. ദെൻ ഫങ്ഷൻസ് ഓഫ് CSF ആണ് പറയുന്നത്. ഫങ്ഷൻസ് എന്തൊക്കെ ഫങ്ഷൻസ് ആണ്? നമ്മുടെ ബ്രെയിന് ഒരു മെക്കാനിക്കൽ കുഷ്യനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെക്കാനിക്കൽ ഷോക്കോ ഒക്കെ വരുന്ന സമയത്ത് ഇതിനെ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ ഉള്ളത്. അതാണ് പറഞ്ഞത്, ഇറ്റ് ആക്ട് ആസ് എ കുഷ്യൻ. നമുക്ക് എന്തെങ്കിലും മെക്കാനിക്കൽ ഇഞ്ചുറീസ്, ഷോക്കൊക്കെ വരുമ്പോഴത്തേക്കിനും ബ്രെയിനെയും അതുപോലെ തന്നെ
ആ ക്രേനിയൽ ബോൺസിനെയൊക്കെ ഈ ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ ടു ബ്രെയിൻ. നമ്മുടെ ബ്രെയിൻ എന്താണ്, അതിൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് മോസ്റ്റ് ഓഫ് ദി ന്യൂട്രീഷ്യൻസും ആവശ്യമാണല്ലേ. അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവും ആവശ്യമാണ് ബ്രെയിന്. ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴത്തേക്കിന് എന്താണ്, ബ്രെയിന് ഡാമേജ്, ഡെത്തൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നതും ഇവിടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് എക്സ്ക്രീഷൻ ഓഫ് മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്റ്റ്. എല്ലാ ഓർഗനെയും പോലെ ബ്രെയിനിലും എന്തുണ്ട്, മെറ്റബോളിക് വേസ്റ്റസ് വരാറുണ്ട് അല്ലേ. മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുമ്പോഴത്തേക്കിന് മെറ്റബോളിക് വേസ്റ്റസ് വരാറുണ്ട്. അപ്പം ഈ ഒരു വേസ്റ്റ് പ്രോഡക്റ്റിനെയൊക്കെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. അപ്പം ബ്രെയിനും സ്പൈനൽ കോഡിനെയും മോയ്സ്റ്റ് ചെയ്ത് വെക്കുന്നതും ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. അതുപോലെ തന്നെ വേസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. ദെൻ ആക്ട് ആസ് ഇൻട്രാ സെറിബ്രൽ ട്രാൻസ്പോർട്ട് മീഡിയം. നമ്മുടെ സെറിബ്രത്തിൻ്റെ ഉള്ളിൽ തന്നെ മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അല്ലെങ്കിൽ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, ഗ്ലൂക്കോസ് പോലുള്ള മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതർ എന്തെങ്കിലും എസെൻഷ്യൽ കെമിക്കൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം നടത്തുന്നത് ഈ ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ CSF ആണ്. ദെൻ കൺട്രോൾ ഓഫ് കെമിക്കൽ എൻവയോൺമെൻറ്റ്. അവിടുത്തെ ആ ഒരു കെമിക്കൽ എൻവയോൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നതും CSF ആണ്. ഓട്ടോ റെഗുലേഷൻ ഓഫ് ഇൻട്രാക്രേനിയൽ പ്രഷർ. ഇൻട്രാക്രേനിയൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ക്രേനിയൽ ക്യാവിറ്റിയിൽ അനുഭവപ്പെടുന്ന പ്രഷർ. അപ്പം ഇതിനെ ഓട്ടോ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനുള്ള കഴിവുമുണ്ട് നമ്മുടെ CSFന്. CSF എന്ന് പറഞ്ഞാൽ ക്ലിയർ ആൻഡ് കളർലെസ് ലിക്വിഡ് ആണ്, ഫൗണ്ട് ഇൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പിന്നെ ഇത് ഫില്ല് ചെയ്യുന്നത് ബ്രെയിൻ വെൻട്രിക്കിൾ, സിസ്റ്റം, സൾസൈ ആൻഡ് സെൻട്രൽ കനാൽ ഓഫ് ദ സ്പൈനൽ കോഡ്. ഇനി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് കൊറോയിഡ് പ്ലെക്സസ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ എപ്പൻഡൈമൽ സെൽസ്. ദെൻ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 25 ml/h ആയിരിക്കും. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാട്ടർ 99% ഉണ്ട്. ആൻഡ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം ആൻഡ് ക്ലോറൈഡ്. പിന്നെ പറഞ്ഞത് ഫങ്ഷൻസ് ആണ്. അതായത് മെക്കാനിക്കൽ ഷോക്ക് ഒക്കെ അബ്സോർബ് ചെയ്ത് ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്റ്റ് ചെയ്യലാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ. പിന്നെ എന്താണ്, ബ്രെയിന് വേണ്ട ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ എന്തെങ്കിലും ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഓക്സിജൻ ഇതിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നു. കൺട്രോൾ ഓഫ് കെമിക്കൽ എൻവയോൺമെൻറ്റ്. ദെൻ ഇൻട്രാക്രേനിയൽ പ്രഷർ, അതായത് ആ ക്രേനിയൽ ക്യാവിറ്റിയുടെ അകത്തുള്ള പ്രഷറിനെ കൺട്രോൾ ചെയ്യാനും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തെന്ന് പറഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ വേരിയസ് പാർട്സ് ആയ ബ്രെയിൻ, സ്പൈനൽ കോഡ്, അതുപോലെ തന്നെ അതിൻ്റെ മെനിഞ്ചസ്, വെൻട്രിക്കിൾസ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്സ്, ഇത്രയായിരുന്നു പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പാർട്സ് ഓഫ് ബ്രെയിൻ നോക്കാം. ഓക്കെ, താങ്ക് യു.